നിന്താലും ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്താലും ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുവേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം ഞാൻ എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം ഞാൻ എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായി ആരാധനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി ആരാധനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവം തന്ന എല്ലാ ദാനങ്ങളും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ അരികിൽ നമുക്കായിരിക്കാം. ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഭീകരവാദത്തെ നിർവീര്യമാക്കുവാൻ പ്രത്യേകം നിയോഗം NST നൽകിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും ഭീകര ശൈലികളും നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിലേക്ക് വീണ്ടും നയിക്കുന്ന ആ രീതികളൊക്കെ നിഷ്കാസിതമായി തീരുവാൻ, നിർവീര്യമായി തീരുവാൻ, മനസ്സുകളെ മാനസാന്തരപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വകാരോഹണ തിരുനാള് തീർച്ചയായിട്ടും ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സന്തോഷം നൽകുന്ന ദൈവാനുഗ്രഹത്തിന്റെ അനുഭവങ്ങളാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളും കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം സ്വർഗീയമാകുന്ന വിധത്തിലാണ് എല്ലായ്പ്പോഴും അവിടുത്തെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവരായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ഈ വേദിയിൽ പങ്കുചേരാം. പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ വിഷമിക്കുന്നവര്, പ്രത്യേകിച്ചും പല വിധത്തിലുള്ള രോഗങ്ങളാണ്. കൊറോണ വൈറസിന്റെ വ്യാപനം അതൊരു വശത്ത് മനുഷ്യരെ ഒത്തിരിയേറെ ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു രോഗപീഠകൾ. ഒരു കുടുംബനാഥന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗഭയങ്ങൾ വല്ലാണ്ട് വലയ്ക്കുകയാണ്. തൻ്റെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ തൻ്റെ ഈ രോഗാവസ്ഥ എന്തുമാത്രം ആഘാതം തരുമെന്നുള്ളൊരു തോന്നൽ തന്നെ ആകെ ബാലൻസ് കളയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മറ്റു പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനാ സഹായം നൽകുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരോ
ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, പുത്തൻ സംരംഭങ്ങളോ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വങ്ങളിലേക്ക് ഉയർത്തുകയും നിത്യകിരീടം അണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങേ സ്തുതിക്കുന്നു. ദൈവജനനിയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്തുതി സ്തുതികൾ വരവേ, സ്തുതികളിൽ ഉന്നതനേ, നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ താലോലിച്ചടച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ താലോലിച്ചടച്ചിടുന്നു. സമാധാനപ്പെട്ടിടന്നുറങ്ങാൻ തന്റെ മകൾ ദിനം ദിനമായി, തന്റെ മകൾ ദിനം ദിനമായി.
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥന്മാർ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വരഞ്ഞിടിലും ധീരരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വരഞ്ഞിടിലും ധീരരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുമൊരടിപ്പിടരാ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥന്മാർ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിനെയും നാഥായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൽകൃപകൾ ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 11 മുതൽ 18 വരെ വാക്യങ്ങൾ ഗുരുവാശ്രയിച്ചു. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്?
അങ്ങ് വലതുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങയ്ക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 16-ാം അധ്യായം 17 മുതൽ 27 വരെ വാക്യം. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാകുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്ഥിതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. സത്യവചനം നിത്യവചനം മണ്ണിലക്ഷയേറും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിലക്ഷയേറും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്തോ, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായി.
ഓരോന്നിലും 2 3 അളവ് കൊള്ളുമായി. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തില് ഇതാ നമുക്കുള്ള മഹാഭാഗ്യമാണ് പരിശുദ്ധാമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കുക. സ്വർഗാരോഹണ തിരുനാൾ ദിവസം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ സാധിക്കുക. ഇങ്ങനെ പറഞ്ഞാലും ഇരട്ടി സന്തോഷമാണ്. കർത്താവിന് നന്ദി പറയാനേ അറിയുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായിട്ട് നാം തിരിച്ചറിയുന്നു. ഭാരതത്തിന് മുഴുവൻ വേണ്ടി ഏതെങ്കിലും തരത്തിലോ ഇന്ന് നമ്മുടെ നാടിനെ അടിമപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഈ ലോകത്തിന്റെ വ്യാപനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, മറ്റു പലതും ഇന്ന് നമ്മുടെ നാടിനെ അടിമപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും, രാജ്യത്തിന്റെ ഭടന്മാരെ മാത്രമല്ല, തീർച്ചയായിട്ടും സൈനികരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ, അതോടൊപ്പം തന്നെ ഭരണാധികാരിമാരെ, ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടിമത്തത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോഴോ സൂചനകൾ കാണുമ്പോൾ അതിനെതിരെ നിലപാടുകളെടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉറക്കെ പ്രഘോഷിക്കുന്ന സർവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യമ ലോകത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള വിളിയുണ്ട്. സാംസ്കാരിക നായകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിളിയുണ്ട്. പ്രവാചക ബോധമാണ് എല്ലാവരിലും നിറയേണ്ടത്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്. അപ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രവാചക സ്വരങ്ങളാ. ദൈവം മനുഷ്യനെ അടിമയായിട്ടല്ല സൃഷ്ടിച്ചത്, അടിമയാകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവം അവന് സ്വാതന്ത്ര്യം നൽകി. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരല്ല. അത് വീണ്ടും നമ്മൾ തിരിച്ചറിയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അത് നിർവഹിക്കുക. അത് ആത്യന്തികമായ നന്മയാണ്, ആത്യന്തികമായ നന്മ. നമ്മൾ ഈ സ്വർഗാരോഹണ തിരുനാളിൽ സ്വാതന്ത്ര്യ ദിനവും ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചവളാണ്. അവൾ കർത്താവിന്റെ ദാസി എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ആത്യന്തികമായിട്ട് സ്വതന്ത്രയായിട്ട് തീരുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണതയാണ് അവളുടെ സ്വർഗാരോഹണം. സ്വർഗത്തിന്റെ ഭരണത്തിൽ കീഴ്പ്പെട്ടു. ഒന്നിന്റെ അടിമയായിരുന്നില്ല, സ്വർഗത്തിന്റെ ഭരണത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവൾ സ്വർഗത്തിലായിരുന്നു എന്ന് തന്നെ തിരിച്ചറിയണം. നമ്മളെയും പരിശുദ്ധ അമ്മ ക്ഷണിക്കുന്നത് സ്വർഗ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഓരോ കാര്യങ്ങളെ കുറിച്ചും സ്വർഗ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക. ഏത് കാര്യത്തെ കുറിച്ചാണ്? ഇന്നത്തെ സുവിശേഷം ഈ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും. അതൊത്തിരി സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ സാധിക്കും. ഞാൻ ഈ വീട്ടിൽ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ ഇത് ചെയ്തിട്ട് എന്ത് കാര്യം, പലതും എന്നെയും നിങ്ങളെയും ഒക്കെ ചെയ്യേണ്ട നന്മകളുടെ മുമ്പിൽ അടിമപ്പെടുത്തും, തടസ്സപ്പെടുത്തും, ചെയ്യാൻ പറ്റാതെ. ഇതാ പരിശുദ്ധ അമ്മ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിൽ നിന്നാണ് ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യാൻ. കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു, പറയേണ്ടവരോട് പറഞ്ഞു, ചെയ്യേണ്ടത് ചെയ്യുന്നു. ഇത് ആത്യന്തികമായിട്ട് അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയുമ്പോൾ അവിടെ സ്വർഗം ഉണ്ടാകുകയാണ്. അപ്പൊ ദൈവം നമ്മോട് കൂടിയാവുന്ന അനുഭവത്തില്, സ്വർഗത്തിന്റെ സന്തോഷത്തില്, സ്വർഗത്തിന്റെ സഹവാസത്തിൽ എല്ലായ്പ്പോഴും ജീവിക്കാനും എല്ലാത്തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ചെയ്യേണ്ട നന്മകള് ചെയ്തുകൊണ്ട്, അത് ലോകം അറിയണമെന്നില്ല, നാട്ടുകാരറിയണമെന്നില്ല. ഇവിടെ ആകെ അറിയാവുന്നത് ആർക്കാണ്?
പരിചാരകർക്കാണ് അറിയാവുന്നത് ഈ പച്ചവെള്ളം എങ്ങനെ വീഞ്ഞായിരുന്നു. ആരും അറിയണമെന്നില്ല, ആരും അംഗീകാരം നൽകണമെന്നില്ല. അവിടെ കുറവുണ്ടാകരുത്. അവിടെ ഏറ്റവും ശ്രേഷ്ഠമായത് നടക്കണം. ഏറ്റവും നല്ലതായതിനു വേണ്ടി കാംക്ഷിക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുക. നമുക്ക് ഈ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുന്ന എല്ലായിടങ്ങളെയും, കടന്നു ചെല്ലുന്ന എല്ലായിടങ്ങളെയും സ്വർഗീയമാക്കി എപ്പോഴും ആ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാനുള്ള ആ വലിയ സ്വാതന്ത്ര്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഇതാ ദൈവത്തിന്റെ അടിമയായി തീരുമ്പോൾ അത് അടിമയല്ല, ഒരിക്കലും ദൈവം നമ്മളെ അടിമത്വത്തിലേക്കല്ല, സ്വാതന്ത്ര്യത്തിലേക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ സ്വന്തമാക്കുന്ന സർവശക്തന്റെ കരങ്ങളിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ സ്വർഗ സന്തോഷത്തിൽ വ്യാപരിക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഇവിടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും എന്റെ ജീവിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ യോജാലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി ആന്റണി കരിയൽ മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, നീതിമാനും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷകാരം ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുരക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണയുമായ മാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരോപിതയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യ മഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. ദൈവമേ, പരിശുദ്ധ അമ്മയെ പോലെ
ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ ശ്രേഷ്ഠഭാവങ്ങളിലൊന്നും ഞങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയെ പോലെ പൂർണ്ണമായും അങ്ങേക്ക് വിധേയപ്പെടാൻ അങ്ങയുടെ ദാസൻ എന്ന ദാസി എന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഓ ദൈവമേ, ഒരിക്കലും അങ്ങ് ഞങ്ങളെ അടിമത്തത്തിലേക്കല്ല, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങയുടേതായി തീരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനാണ് ഞങ്ങൾ സ്വന്തമായി തീരുന്നത്. കർത്താവേ, നന്മകൾ ചെയ്യുവാൻ, തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ആത്യന്തികമായി ഏറ്റവും നല്ലത് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ രാജ്യത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങളും അസ്വസ്ഥതകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒപ്പം കർത്താവെ, പല വിധത്തിലുള്ള രോഗങ്ങളും രോഗഭയങ്ങളിലും അടിമപ്പെട്ടിരിക്കുന്നവരാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുന്നവരാണ്. സകലതരത്തിലുള്ള ഭയങ്ങളിലും വിടുതൽ നൽകണമേ. ദിവ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് എല്ലാവരെയും ആനയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാട് ഉണരട്ടെ. നിന്റെ സ്നേഹത്തിൽ, നീ തരുന്ന സ്വാതന്ത്ര്യത്തിൽ കർത്താവേ ഞങ്ങൾ നിലനിൽക്കട്ടെ. കരങ്ങൾ ഉയർത്തി നാടിനെയും നമ്മുടെ സർവ്വ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു സ്തുതിക്കട്ടെ. ഭീകരവാദങ്ങളിൽ നിന്ന്, ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാട് വിമുക്തമാകട്ടെ. സ്വാർത്ഥതയുടെ, അന്ധകാരത്തിന്റെ ആധിപത്യത്തിലേക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നന്മയുടെ പ്രകാശം നിറയട്ടെ, സത്യത്തിന്റെ പ്രകാശം നിറയട്ടെ, നീതിയുടെ ആനന്ദം അനുഭവിക്കട്ടെ. ദൈവമാതാവാം കന്യ മേരിയേ, സ്നേഹമോ തോർത്തിടാം അൾത്താരേ. ദിവ്യവല്ലഭനേ, വിനയമോട് വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ സ്നേഹായ മാർത്തോമ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരേ, ധന്യ രക്തസാക്ഷികളേ, ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. ണഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യ സന്നിധിയാർന്നു കാന്തി അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിയിടണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകത്വത്തിലും സാർവത്രികവുമായ ജ്ഞാനത്തിലും ഞങ്ങൾക്കെല്ലാമുണ്ട്. പിതാവും യേശുവിനും എല്ലാ ശക്തികളുള്ളവനും ഏകമായ ഈശ്വരനായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനും സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു. സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ചെയ്യുന്നു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
മനുഷ്യരെയും ജീവിക്കുന്നവരെയും പിടിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സത്യവും സാർവത്രികവുമായ സത്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകനാമത്തിനായി ശരീരത്തിന്റെ ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കിസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യാകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ജനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ ഭരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശാല കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവരെ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദേഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവരും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ നിശ്ചയിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിമായ രഹസ്യങ്ങൾ ഉദാഹരണം ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ ബാധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ. സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, ഹൃദയവേദികൾ തുറന്നങ്ങേ വിളിക്കുന്നു ഞങ്ങൾ ദിവ്യസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാം ഈശ്വര ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥൻ കാഴ്ചവയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു
സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെയും എല്ലാ അശുദ്ധിയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും സ്വതന്ത്രമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായി തിരുകർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സ്വർഗസ്വാതന്ത്ര്യം അനുഭവിച്ച സകല വിശുദ്ധരോടും മാലാഖമാരോടും സ്വർഗീയ സൈന്യങ്ങളോടും ചേർന്ന ഞങ്ങളും സ്വാതന്ത്ര്യത്തോടെ അങ്ങേ പാടി സ്തുതിക്കുന്നു. ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ വില്ലനാഥ ഓശാന 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 മഹിലനാഥ ഓശാന 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 വില്ലനാഥ ഓശാന 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 മഹിലനാഥ ഓശാന 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 സർവ്വജനായ സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം. സർവ്വജനായ സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തതോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ
അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, മറ്റ് സമർപ്പിത ശുശ്രൂഷകർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ പോർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് മുഴുവൻ വേണ്ടിയും കർത്താവെ, ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ വീണ്ടും അടിപത്രത്തിലേക്ക് നയിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീകര ചിന്തകൾക്കും ശൈലികൾക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി കൊറോണ വൈറസ് ബാധിച്ച് രോഗികളായി കഴിയുന്ന നിന്റെ മക്കൾ ഓരോരുത്തർക്കും വേണ്ടി, ഞങ്ങളുടെ നാട്ടിലെയും സ്ഥിതി ഇന്നലെയും 1500-ലധികം പേരാണ്. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നീ നൽകുന്ന സൗഖ്യത്തിനും ആശ്വാസത്തിനും നന്ദി പറയുന്നു. കർത്താവേ, രോഗഭയങ്ങളിൽ കഴിയുന്നവർ, വാർദ്ധക്യത്തിലും മറ്റു രോഗങ്ങളിലും ഒക്കെ കർത്താവേ, കോവിഡിനെ കുറിച്ചുള്ള ആകുലതകളാൽ കൂടുതൽ അസ്വസ്ഥരായി കഴിയുന്ന ഓരോ മക്കൾക്കും ഈ ഭയങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചെയ്യേണ്ട നന്മകൾ ചെയ്യുവാൻ, എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുവാൻ, ഏറ്റവും ശ്രേഷ്ഠമായവയ്ക്ക് വേണ്ടി നിലപാടുകളോടെ നിലനിൽക്കുവാൻ, ദിവ്യമായ സ്വാതന്ത്ര്യത്താൽ അഭിഷിക്തരായി തീരുന്നതിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമതവൈകന്യാമൃത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി ദൈവം നമുക്ക് തരുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച ഈ ഭൂമിയെ സ്വർഗമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ വിടർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അതിലേക്ക് ഞങ്ങൾ വളരട്ടെ. എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദിവ്യ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെയുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായുവുമായ നാമത്തിൽ
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ആരാധനാ പാത്രമേ, എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിടുന്നു. എല്ലാ മുഴങ്ങാലും മടങ്ങിയിടുന്നു, നിൻ മുൻപിൽ ആദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വാഗ്ദ ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം വിലരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമിതി വിടവും തിരുമയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉദ്ധാനത്തിനും അതുപോൽ ജീവനും കാരണം ആയിടുവാൻ.
അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ ഒരു തലമുടി നാരിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധാലുവായ സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പച്ചവെള്ളത്തെ പോലും വീഞ്ഞായി മാറ്റുവാൻ ശക്തനായവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടത്തോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി എല്ലാ ഉന്നതകളും ആകാംക്ഷകളും ഭയങ്ങളും ഇതാ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന നന്മകളിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിൽ വൈദ്യത്തിൽ അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ നിലയിൽ തന്റെ ശരീരത്തിലേക്ക് നിർദ്ദവിക്കുകയായി നമുക്ക് വാഴ്ത്താം. കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചു അങ്ങയെ സ്വീകരിക്കാൻ അരികിലാണ് ഇന്ന് ഓരോരുത്തരെയും അങ്ങ് ആശീർവദിക്കണമേ. ആത്മനാ അങ്ങയെ സ്വീകരിക്കുന്നവർ, കർത്താവേ രൂപയിൽ അങ്ങയെ കാക്ഷിക്കുന്നവർ ഓരോരുത്തരിലേക്കും അങ്ങേ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ജീവകുദാശ നമ്മെ ശക്തരാക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. നാവിൽ യേശോദൻ നാമം, കാതിൽ യേശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഈശോദൻ നാമം, കാതിൽ ഈശോദൻ നാദം, നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ വൈതലല്ലേ, ആടിപ്പഴുതുള്ള കൈകളാലല്ലേ മാറോട് ചേർത്തണച്ചു. നാവിൽ ഈശോദൻ നാമം,
കാതിൽ എന്നീശോദനാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. പരിശുദ്ധാത്മാവിനാൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവരെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുക യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും ആചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന അങ്ങയുടെ അമൂല്യമായ ശരീര രക്തങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യ രഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമാതാവായ കന്യാമറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ച സർവശക്തനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്വർഗാരോപിതയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സമൃദ്ധമായി നമുക്ക് ലഭിക്കുമാറാകട്ടെ. മിശിഹായുടെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ പങ്കുചേർത്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്റെ പ്രിയ മാതാവിനെ നമുക്ക് അമ്മയായി നൽകുവാൻ തിരുമനസ്സായ പുത്രന്റെ കൃപയും പരിപൂർണതയുടെ മാർഗത്തിലൂടെ കന്യാമറിയത്തെ നയിച്ച പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥി. ശ്രേഷ്ഠമായ വിശുദ്ധമായ കാത്തോടെ അവന്റെ ദിവ്യസ്നേഹം അവരെ ലോകത്തെ സംരക്ഷിക്കട്ടെ. അവന്റെ പ്രയത്നങ്ങൾ അസമർത്ഥമായി കഴിയട്ടെ. അവരെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും വിശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ ഗൗരവമായി തീരട്ടെ. ആമേൻ. അങ്ങേ പുരോഹിതരെയും ഉപദേശ ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നന്മനേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവമധ്യാ